നമസ്കാരം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ അവസരമുള്ള വലിയൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എന്നാൽ പല ആളുകൾക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നാൽ എന്താണ് എന്നറിയില്ല. സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കുറേ മീഡിയകളുണ്ട്. ഇവയൊക്കെ സോഷ്യൽ മീഡിയ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. എന്നാൽ ഇവയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണമെങ്കിൽ നമുക്കൊരു ജോലി വേണം. ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമ്പനികൾ വേണം, അല്ലെങ്കിൽ സ്വയം തൊഴിൽ വേണം, ഇതൊക്കെ വേണം. ഒരു സ്ഥാപനം വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ഈ കമ്പനികളൊക്കെ അവരുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ, ഇപ്പം ഞാനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജോലി ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം വേണം. ഉദാഹരണത്തിന് ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. ഉദാഹരണത്തിന് ഞാനൊരു മൊബൈൽ ഫോൺ നിർമ്മാതാവാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഉടമയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ സെയിൽസിനെ കൊണ്ടെത്തിക്കണം. അതിലൂടെയാണ് എനിക്ക് സെയിൽസ് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം, ഒരു സ്കൂൾ നടത്തുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സ്കൂൾ മേധാവി, ഇവർക്ക് സ്കൂളിലൂടെ ഒരുപാട് സ്റ്റുഡൻസ് വരികയും നല്ല പഠനം നൽകുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് അവർക്ക് നല്ല ഇൻകം വരികയുള്ളൂ. സ്വാഭാവികമായിട്ടും ലോകം നിലനിൽക്കണമെങ്കിൽ ജോലി നിർബന്ധമാണ്. അപ്പോൾ ഈ ജോലി നമുക്ക് നല്ലപോലെ കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റുകൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയെക്കുറിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പരസ്യം ചെയ്യൽ നിർബന്ധമാണ്. മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ് നിർബന്ധമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെയും നമ്മുടെ സർവീസിനെയൊക്കെ എത്തിക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. കാരണം ഇന്ന് ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഒന്ന് ഫേസ്ബുക്കാണ്, യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന, ഇൻസ്റ്റഗ്രാമുമാണ്. അപ്പം ഇതിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് സർവീസ് നൽകുന്നു. എന്താണ് സർവീസ് നൽകുന്നത്? ഇപ്പോൾ കമ്പനികൾക്കാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് നമ്മൾ വിറ്റ് നൽകുന്നു, അല്ലെങ്കിൽ വിൽക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നു. അങ്ങനെ അഡ്വർടൈസിങ് ചെയ്തുകൊണ്ട് ഏതൊരു കമ്പനിയെയും നല്ല ലാഭത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ. അപ്പോൾ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും, പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്, ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മദർ കമ്പനി ആയിട്ടുള്ള, പേരൻറ്റ് കമ്പനി ആയിട്ടുള്ള മെറ്റ ആഡ്സ് എന്നുള്ള സിസ്റ്റമാണ്. ഈ മെറ്റ ആഡ്സിലൂടെ നമുക്ക് പല രീതിയിലുള്ള പരസ്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, പല രീതിയിലുള്ള പരസ്യങ്ങൾ കാണാം. അപ്പോൾ ഒന്ന് സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ സ്പോൺസേഡ് എന്നുള്ള പരസ്യം നമ്മുടെ മൊബൈലിലൊക്കെ, ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാം. അതിൻ്റെ അടിയിൽ അപ്ലൈ നൗ എന്നുണ്ടാവും, ചിലപ്പം റിക്വസ്റ്റ് ടൈം ഉണ്ടാവും, ചിലപ്പോൾ ബുക്ക് നൗ എന്നുണ്ടാവും, ചിലപ്പോൾ വാട്സപ്പിൻ്റെ ചിഹ്നം വെച്ചുകൊണ്ട് സെൻഡ് മെസ്സേജ് എന്നൊക്കെ കാണാം. ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിന് പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ട്, മറ്റേ ആഡ്സ് മാനേജർ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഈ ആഡ്സ് മാനേജർ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമാണ്, അതൊരുപാട് പഠിക്കാനുണ്ട്, ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നേരെ ഈ സെൻഡ് മെസ്സേജ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ ആ കമ്പനി, ഇപ്പോൾ സ്വന്തമായി സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് കൂടുതലാക്കാം എന്നുള്ളൊരു പരസ്യം ഇവിടെ കാണാം. ഇതിൽ സെൻഡ് മെസ്സേജ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് ഈ സർവീസ് കൊടുക്കുന്ന ആളുകളുടെ വാട്സപ്പിലേക്കായിരിക്കും. നേരെ മറിച്ച് ഇവിടെ റിക്വസ്റ്റ് ടൈം എന്നുള്ള പരസ്യം കാണുന്നു. അതിൽ റിക്വസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് സർവീസ് കിട്ടേണ്ടത് ആ സമയം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അതുപോലെ അപ്ലൈ നോ എന്ന് കണ്ടില്ല, കരിയർ കോച്ചിങ് ഇനി വേറെ ലെവൽ. അപ്ലൈ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അപ്ലൈ ആയി. പിന്നീട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരില്ല. മറിച്ച് ഇതിനെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. വേറെ രീതിയിലുള്ള പരസ്യങ്ങളുണ്ട്, അത് നമുക്ക്
മനസ്സിലാക്കാം. കരോസൽ ആഡ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഒന്നാമത്തെ പരസ്യത്തിൽ കുറേ വാച്ചുകൾ കാണാനുണ്ട്. അതിൻ്റെ അടിയിൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഷോപ്പ് നൗ എന്ന് കാണാം. ഷോപ്പ് നൗ അതൊരു ജോക്കർ ആൻഡ് വിച്ച് എന്നുള്ള കമ്പനിയുടെ വാച്ചാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ പരസ്യം നോക്കൂ, അവിടെ കുറേ എയർപോഡുകളുടെ പരസ്യം കാണാം. അതുപോലെ അടുത്തത് സ്നിച്ച്, അവിടെ കുറേ ഷർട്ടുകളുടെ പരസ്യം കാണാം. കുറേ മോർ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാം. ലാസ്റ്റ് ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാം. ഇത് നമ്മൾ സാധാരണ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്ത പരസ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഓപ്ഷൻ വരാൻ കഴിയില്ല. മറിച്ച് ഇതിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് നമുക്ക് ഓഫറുകൾ കൊടുക്കാം, 50% ഓഫ്, ഇങ്ങനത്തെ ഓഫറുകൾ കൊടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കമ്പനികൾക്ക് വർക്ക് കൊടുത്തിട്ട് നല്ല പേയ്മെൻറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കും. പരസ്യത്തിൻ്റെ രീതിയാണ് ഇനി പറയുന്നത് ട്രാഫിക് ആഡ്സ് എന്നാണ് പറയുക. ഇവിടെ ട്രാഫിക് ആഡ്സ് എന്ന് കൊടുത്തിട്ടുള്ളത് ലേൺ മോർ, ഗെറ്റ് ഡയറക്ഷൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? ഇതിപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് വഴി നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യണം. ഉദാഹരണത്തിന് ആമസോൺ എന്നുള്ള ഒരു കമ്പനി. ഈ ആമസോണിൻ്റെ കമ്പനിയിൽ നിന്ന്, ആമസോണിൻ്റെ സൈറ്റിൽ നിന്നും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ പിക്ചറും അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു പോസ്റ്റർ വെക്കുകയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ട്രാഫിക് ആഡ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലോഗ് നടത്തുന്ന ആളാണ്, ബ്ലോഗ്. ഈ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് നല്ല എഴുത്തുകൾ നൽകിയാൽ കഴിഞ്ഞാൽ, ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം ലഭിക്കും ഗൂഗിൾ ആഡ്സെൻസ് വഴിയൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ട്രാഫിക് വരുത്തണം. ഈ ട്രാഫിക് വരുത്താൻ, ട്രാഫിക് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് ആളുകൾ ഒഴുകുന്നതിനാണ് ട്രാഫിക് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ട്രാഫിക് ആഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഡ്സെൻസ് വഴി നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനത്തെ ഇതിനൊക്കെ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റാണ് ട്രാഫിക് ആഡ്സ്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മുടെ പരസ്യം വീഡിയോ ആയിട്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് ആളുകളെ നമുക്ക് ലീഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്നു. അങ്ങനെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്. ഈ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ നമുക്ക് കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. കാരണം ഒരിക്കലും ബിസിനസ് ലോകത്ത് നിലക്കില്ല. ബിസിനസ് നിലച്ചാൽ ലോകം സ്തംഭിക്കും, ലോകം നിശ്ചലമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കലും ബിസിനസ് നിലക്കുന്നില്ല. നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ള ആളുകളെ എന്നും ബിസിനസ്സുകാർക്ക് ആവശ്യമാണ്. ഇതൊന്നും അറിയാത്ത ബിസിനസ്സുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ സർവീസ് നമ്മൾക്ക് തന്നെ ഇങ്ങനത്തെ പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മുടെ ജോബ് പരിചയപ്പെടുത്തി നമുക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് അവർക്ക് നൽകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് വാങ്ങാം. നല്ല സർവീസ് ആണെങ്കിൽ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ടുള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ലീഡ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത മാസവും അവർ നിങ്ങളെ തന്നെയായിരിക്കും സമീപിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇത് എല്ലാ ആളുകൾക്കും, കമ്പ്യൂട്ടർ അറിയാവുന്ന എല്ലാ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇതിന് ഒരുപാട് നോളജൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നത്. മെറ്റാ ആഡ്സ് മാനേജറിലൂടെ അവയർനെസ് ക്യാമ്പയിന്, ട്രാഫിക് ക്യാമ്പയിന്, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന്, ലീഡ്സ് ക്യാമ്പയിന്, ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിന്, സെയിൽസ് ക്യാമ്പയിൻ, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ. അതിന് പുറമെ വേറെ ഒരുപാട് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനുകൾ നിർബന്ധമായിട്ടും പഠിപ്പിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ആഡ്സ് മാനേജർ വഴി നമ്മൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. അതുപോലെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഏതൊരു കമ്പനിക്കും നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. അത് നമ്മൾ പഠിപ്പിക്കും. അതുപോലെ ഫ്രീലാൻസ്, നിങ്ങളിപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് unitedskills.in എന്നുള്ള വെബ്സൈറ്റിലൂടെയും അതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്നുള്ള ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് ഒരു 20 മുതൽ 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് കൃത്യമായിട്ട് പഠിക്കാം. കമ്പ്യൂട്ടർ നിർബന്ധമായിട്ടും വേണം, അങ്ങനത്തെ ആളുകൾക്ക് ഇത് പഠിക്കാൻ കഴിയുള്ളൂ. കാരണം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കിത് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സോഴ്സ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്യാൻ, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സമ്പാദിക്കാൻ അവസരം ഞങ്ങൾ ഒരുക്കി തരികയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്